ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായില്ലേ? ഇവിടെയും ഓണം കുഴപ്പമൊന്നുമില്ലാതെ, പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അച്ഛനും അമ്മയും ഞാനും കൂടെ ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. ചേച്ചി ഓണത്തിന് മുന്നേ വന്നു പോയി, അപ്പോൾ പിന്നെ ഓണത്തിനൊന്നും വരവുണ്ടായില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഓണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് എനിക്ക് വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ അപ്ലോഡ് ചെയ്യേണ്ടി വരികയാണ്. ഞാനത് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. കാരണം എനിക്ക് ശ്വാസം മുട്ടുണ്ട് നല്ലപോലെ. ഇപ്പം ഒന്ന് ഡോക്ടറോട്ടൊക്കെ പോയി വന്നു. കുറച്ച് ദിവസമായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്. ഇപ്പം ഞാനത് ഓണം കഴിയട്ടെ, പിന്നെ എനിക്കൊരു ഓണാഘോഷം ഒരു സ്കിറ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു സമാജത്തിൻ്റെ, പിഷാരടി സമാജത്തിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പോവാം ഡോക്ടറെ അടുത്തെന്ന് വിചാരിച്ച് നീട്ടി കൊണ്ടുപോയപ്പോൾ തീരെ വയ്യ 2 ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഓണാഘോഷം സ്കിറ്റൊക്കെ കഴിഞ്ഞു. സ്കിറ്റ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഓണാഘോഷം, അതായത് വീട്ടിലെ ഓണം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റൊന്നും ചെയ്യാതെ തന്നെ, വോയിസ് ഓവറൊന്നും കൊടുക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാതെ അങ്ങേ എൻ്റെ ശ്വാസം മുട്ട് മാറിയിട്ട് ഒക്കെ റെഡിയാക്കിയിട്ട് ഇടാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ഓണത്തിൻ്റെ വീഡിയോ ഇവിടെ ഉള്ള ഇതൊക്കെ പോവും, അതിൻ്റെ പ്രസക്തി ഇല്ലാതാവും. അപ്പോൾ അത് ഈ സമയത്ത് തന്നെ വേണ്ട ഇടാൻ. ഓണത്തിൻ്റെ വീഡിയോ വേണമെന്ന് കമൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണാഘോഷത്തിൻ്റെ വീഡിയോ കണ്ടോളൂ. അങ്ങനെ ആഘോഷം എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഓണം. അപ്പം ഞാൻ വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. അതിലുള്ള പോലെ തന്നെ സൗണ്ടൊക്കെ ഉണ്ടാവും, ഒരുപാട് കുറവുകളുണ്ടാവും വീഡിയോയ്ക്ക്. അതൊക്കെ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, ശരി, കണ്ടോളൂ. ഇന്നലെ ഞാൻ ഉത്രാട സ്പെഷ്യൽ ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു. ഞാൻ അവിയൽ, ഇന്നലെ സദ്യ സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കാനായിരുന്നു പരിപാടി. ഉണ്ടാക്കി വീഡിയോ എടുത്തൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷെ അതൊക്കെ ഡിലീറ്റായി പോയിട്ടോ, അതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയില്ല. അവിയലൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് സദ്യക്ക് വിളമ്പാം. കാളനുണ്ട്, അവിയലുണ്ട്, ഓലനുണ്ട്, സാമ്പാറുണ്ട്, പുളിയിഞ്ചിയുണ്ട്, എല്ലാ സെറ്റും. ഇന്ന് സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ പായസം അവിടെ വന്ന് നമ്മൾ ഉണ്ടാക്കുകയല്ല, അവിടെ എല്ലാ കുറിയും ഇവിടെ അമ്പലത്തിൽ അവിടെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുവരും പാലട. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി, പഴം, പപ്പടം ഒക്കെ റെഡി. ഇനി ഇഞ്ചിത്തൈര് ഉണ്ടാക്കുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാനത് ഉണ്ടാക്കുന്നത്. ഇഞ്ചിത്തൈര് ഉണ്ടാക്കിയാൽ ഇവിടെയൊക്കെ 1000 കറി എന്നാണ് പറയുക. ചിലവർ 101 കറി എന്നൊക്കെ പറയുന്നുണ്ട് ചില ദിക്കിൽ. പക്ഷെ നമ്മൾ 1000 കറി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിത്തൈര് ഉണ്ടാക്കി കഴിഞ്ഞാൽ 1000 കറി ഉണ്ടാക്കിയതിനതുമില്ല. അപ്പോൾ അത് ഉണ്ടാക്കട്ടെ കേട്ടോ. 1000 കറി ഉണ്ടാക്കിയിട്ട് വരാവേ.
അച്ഛൻ കൂട്ടം എന്താ അവിടെ പേപ്പർ വായിക്കുന്നത്. രാവിലെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടു, ഞാൻ അച്ഛനും കൂടെ. അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അച്ഛാ ഒരു ഓണാശംസ പറയൂ. ഹലോ, ഹാപ്പി ഓണം, തിരുവോണ ദിന ആശംസകൾ. അതാണ്. ഇനി ഞങ്ങൾ വരാം ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ആയിട്ട്. ഒരു ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം, ഓണാശംസകൾ. ഓണാശംസകൾ. ആ